ശ്രീ എ സമ്പത്ത്, ഇവിടെ ഇവിടെ പ്രത്യയശാസ്ത്ര ശാഠ്യം കൈവെടിയുക എന്നൊക്കെയുള്ള നല്ല കാര്യമാണ്. ഇപ്പോൾ ഇനി വികസനത്തേക്കുള്ള കുതിപ്പിൽ പ്രത്യയശാസ്ത്രം തന്നെ പ്രശ്നമാണ്, അതിനെ തന്നെ മാറ്റി വെക്കുക എന്നുള്ള ഒരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യം. അതിൽ ഇനി അങ്ങനെ സംഭവിച്ചാലും പിഴവ് പറയാൻ പറ്റില്ല. പക്ഷേ ഇന്നിപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുകയായിരുന്നു ഒരു കോർപ്പറേറ്റ് ബദൽ അല്ലെങ്കിൽ ഒരു മതേതര ബദൽ കാഴ്ചവെക്കുമെന്നൊക്കെ പറയും. നേരത്തെ ജിൻഡോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനെ പറ്റി പറഞ്ഞു. സി എ സമ്പത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഈസ് ഓഫ് ഡൂയിങ് എന്ന് പറയുന്നത് തന്നെ മുതലാളിമാർക്ക് വേണ്ടിയുള്ള പാവങ്ങളെ ചൂഷണം ചെയ്യാനുള്ള മോദി സർക്കാരിന്റെ പിപ്പിടി വിദ്യ എന്ന നിലപാടായിരുന്നു CPM-ന്. പീപ്പിൾസ് ഡെമോക്രസിയിലടക്കം ആ കോയിനേജിനെ തന്നെ അതിരൂക്ഷമായി വിമർശിക്കുന്ന ഒരുപാട് ലേഖനങ്ങൾ ഇപ്പോഴും കിടപ്പുണ്ട്. യെച്ചൂരിയുടെ ട്വീറ്റുകൾ ഇപ്പോഴും കിടക്കുന്നുണ്ട്. കേന്ദ്രം പറയുന്ന അതേ മാനദണ്ഡങ്ങൾ തയ്യാറാക്കിയ ആ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വാചാലമായി വികസനം വരുന്നു എന്നാണ് നമ്മൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ബദലിനെ പറ്റിയാണ് പറയുന്നത് ശ്രീ എ സമ്പത്ത്? അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്ത് ജിൻഡോ ഒരു 4 മിനിറ്റ് വർത്തമാനം പറഞ്ഞു. ഞാൻ ഖണ്ഡിക്കാനോ മറ്റു കാര്യത്തിനോ ഒന്നുമല്ല. ഈ ഒരു ഡിസ്കഷനിൽ ഇപ്പോൾ ജിൻഡോയോ സമ്പത്തോ ശ്രീ ബാലകൃഷ്ണോ ആസാദോ അല്ല ഹാഷ്മിയോ തന്നെ ഇതിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നതായി ഇങ്ങനെ ഒരു കാർഡിൽ പറയുന്നില്ല. ഇതിനകത്തൊരു മനുഷ്യൻ്റെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പിന്നെ ഒരു മനുഷ്യൻ ഇങ്ങനെ കൈയും കെട്ടി നിൽക്കുന്നതായിട്ടുള്ളൊരു പടവുമാണ് ഇതിനകത്തുള്ളത്. ഞങ്ങളെല്ലാവരും ഇത്തരം കാര്യത്തിന് ഒരു ചർച്ചയിൽ പങ്കെടുക്കാനിരിക്കുമ്പോൾ ആരാ ചർച്ചയിൽ പങ്കെടുക്കുന്നതെന്ന് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ പോലും അറിയാത്തൊരു സ്ഥിതിയിലേക്ക് ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ കുറച്ചുകൂടി ഒരു ജാഗ്രത പുലർത്തുകയും ആരൊക്കെയാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്, എന്തിനെ പ്രതിനിധീകരിച്ചിട്ടാണ് എന്ന് വരുത്തുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നതെൻ്റെ വിനീതമായ അഭിപ്രായം. 24-ന് അവകാശമുണ്ട്, മാറ്റുന്നത് നന്നായിരിക്കും എന്ന് പറയുന്നതിന് എനിക്കതിനുള്ള വിനീതമായ ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരും എന്നോടത് ചേരുമെന്നുള്ള വിശ്വാസം പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം മാറുന്നു. പിന്നാണ് ഞങ്ങൾക്ക് ഒരു കാർഡിൽ 4 പേരുടെ പണം വെക്കാനുള്ള പ്രശ്നം. ഉറപ്പായി മാറ്റും. ആഷ്മേ, പാർട്ടി പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് മാറുന്നു എന്ന് പറയുന്നത് ജിൻഡോയ്ക്ക് അതിന് താങ്ങായി അത്തരം കാര്യത്തിൽ ആഷ്മയ്ക്ക് നിൽക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഐഡിയോളജിക്കലായിട്ടുള്ള എല്ലാ കരുത്തോടും കൂടി തന്നെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുക. ആശയപരമായ അത്തരത്തിലുള്ള സമ്പുഷ്ടതയും അത്തരം കാര്യങ്ങളിൽ പ്രത്യയശാസ്ത്രമില്ലാതെയുള്ള പ്രവർത്തനം എന്നത് ദിശാബോധമില്ലാത്ത പ്രവർത്തനവും, അത്തരത്തിൽ ഈ പ്രവർത്തനമില്ലാതെയുള്ള തത്വചിന്തയും പ്രത്യയശാസ്ത്രവും മാത്രമായിരിക്കുന്നത് ഫ്യൂട്ടൈലാണ് എന്ന് മഹാനായ ലെനിൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ജീവിക്കുന്ന കാലത്തിനനുസരിച്ച് നമ്മുടേതായ അടവുകളിലും തന്ത്രങ്ങളിലും മാറ്റങ്ങൾ വരുത്തുന്നത് കൊണ്ട് അടിസ്ഥാനപരമായ മാറ്റമാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. CPM-ൻ്റെ 23ാമത് പാർട്ടി കോൺഗ്രസിൻ്റെ റിപ്പോർട്ട് ഞങ്ങളുടേതായ പാർട്ടി ഘടകങ്ങളിലെല്ലായിടത്തും ചർച്ച ചെയ്തതിൻ്റെ മലയാള പരിഭാഷയും താങ്കൾ ഉൾപ്പെടെയുള്ളവരായ മാധ്യമപ്രവർത്തകർക്കും ഞങ്ങളെ വിമർശിക്കുന്ന ചങ്ങാതിമാരടക്കമുള്ളവർക്കും എല്ലാം ചർച്ച ചെയ്യാനായി പലപ്പോഴായി ഇത് പീപ്പിൾസ് ഡെമോക്രസിയിലും പിന്നീട് ദേശാഭിമാനിയിലും ചിന്തയിലും അതുപോലെ തന്നെ ഇത് ഇത്തരത്തിൽ പുസ്തകമായി പാർട്ടി കത്തായി വന്നതുമാണ്. ഇപ്പോൾ അടുത്ത പാർട്ടി കോൺഗ്രസ് 24ാം പാർട്ടി കോൺഗ്രസ് ചേരുകയാണ്. ആ പാർട്ടി കോൺഗ്രസ് ചേരുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് കേരള സംസ്ഥാന ഘടകത്തിൻ്റെ ഉൾപ്പെടെയുള്ള സമ്മേളനങ്ങൾ താഴെത്തട്ടിൽ ബ്രാഞ്ച് കമ്മിറ്റിയല്ല, ഞങ്ങൾക്ക് ബ്രാഞ്ചാണ്. ബ്രാഞ്ച് തലം മുതൽ ആയിരക്കണക്കിന് ബ്രാഞ്ചുകളിലും 100 കണക്കിന് ലോക്കൽ സമ്മേളനങ്ങളിലും പിന്നീട് ഏരിയ സമ്മേളനങ്ങളും കഴിഞ്ഞ് 14 ജില്ലാ സമ്മേളനങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ ചെല്ലുന്നത് 24ാമത് പാർട്ടി കോൺഗ്രസ്സിലാണ്, മധുരയിൽ വെച്ച് ചേരുന്നതിലാണ്. ഒരു സമ്മേളനം നടത്തുന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്തവരും നോമിനേറ്റ് ചെയ്യപ്പെട്ട് കൊടുക്കുന്നവരും വ്യാജ വോട്ടർ പട്ടികയും വ്യാജ ഐഡൻറ്റിറ്റി കാർഡും വ്യാജ സ്ഥാനാർത്ഥികളും വ്യാജ തെരഞ്ഞെടുപ്പുകളുമെല്ലാം നടത്തി ശീലിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവരാണ് ജനാധിപത്യ പാർട്ടികളെന്ന് അവരത്തരത്തിൽ കൊട്ടിഘോഷിച്ചാൽ ഞങ്ങൾക്ക് അവരോട് പ്രത്യേകിച്ച് വിഷമമൊന്നും ില്ല. ഇത് കേന്ദ്രീകൃത ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായൊരു പാർട്ടിയാണ്. ആ പാർട്ടി 3 വർഷങ്ങൾ ചേരുമ്പോൾ സപ്പോസ് ദർ ഇസ് ആൻ അൺഫോർസീൻ കണ്ടിജൻസി അത്തരത്തിൽ വന്നു, ഇപ്പോൾ കോവിഡ് കാലം വന്നു, അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള വിഷയങ്ങളുണ്ടായി, അങ്ങനെയുള്ള കാലങ്ങളിലൊഴികെ കൃത്യമായി 3 വർഷം കൂടുമ്പോൾ ഇത്തരത്തിൽ തങ്ങളുടെ ഉൾപ്പെടെ ഭാഷയിൽ പറഞ്ഞാൽ ആ എക്സർസൈസ് അത് താഴെ തട്ട് മുതൽ മുകൾ തട്ട് വരെ വരുന്നതാണ്. ഇവിടെ സഖാവ് പിണറായി വിജയനോടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള അത്തരത്തിലുള്ളൊരു സ്പർദ്ധയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും വിദ്വേഷമോ അല്ല. ഈ സഖാവ് പിണറായി വിജയൻ CPM-ൻ്റെ മുഖമാണ് എന്നുള്ളത് അതുകൊണ്ടാണല്ലോ ഈ വിഷയങ്ങൾ. ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഇതെല്ലാം പറയും. ജിൻഡോ ഇവിടെ പറയുമ്പോൾ ജിൻഡോ എല്ലാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ CPM-ൻ്റെ നേതാക്കളെയെല്ലാം അവരുടെ നേതാക്കൾ വിളിച്ചിട്ടുള്ളതിന് ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ആഷ്മിയെല്ലാം വളരെ കൊച്ചു കുട്ടികളായിരിക്കും. കാലൻ വന്ന് വിളിച്ചിട്ടും പോകാത്തതെന്തേ ഗോപാല
എന്ന് വിളിച്ചപ്പോൾ അത് സഖാവ് AKGയുടെ കുറ്റം കൊണ്ടായിരുന്നില്ല, അദ്ദേഹം CPIMൻ്റെ നേതാവായിരുന്നത് കൊണ്ടാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരിക്കുന്നതിന് മുമ്പ് ആ മുദ്രാവാക്യം കേൾക്കേണ്ടി വന്നത്. ഞാനിപ്പോൾ 24 ന്യൂസിൽ പങ്കെടുക്കുന്ന എൻ്റെ വീടിൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ എൻ്റെ പിതാവ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം തെമ്മാടികളിൽ തെമ്മാടി, അനിരുദ്ധ തെമ്മാടി എന്ന് വിളിക്കുന്ന നിക്കറിട്ടൊരു കൊച്ചുബാലൻ ഞാൻ എൻ്റെ അനുജൻ സഹിതം ഈ വീട്ടിൻ്റെ തടയിൽ നിന്ന് കോളേജ് അധ്യാപിക എൻ്റെ അമ്മയടക്കം കേട്ടിട്ടുണ്ട്. 35 രക്തസാക്ഷികൾ, എന്നോടൊപ്പം പ്രവർത്തിച്ച നിരവധി പേരടക്കം അത്തരത്തിൽ കാലപുരിക്ക് അയക്കപ്പെട്ടത് ഈ കേരളത്തിലാണ്. കോൺഗ്രസ്സുകാർ വളരെ സമാധാനത്തെക്കുറിച്ച് പറയുകയാണ്. ചില ആളുകൾക്കൊരു ദുസ്വഭാവമുണ്ട്, മന്ത്രവാദം പഠിച്ചാൽ ആദ്യം അമ്മയെ ഓതുക എന്ന്. കേരളം കൊള്ളില്ല. എന്തുകൊണ്ട്? LDF ആണ് ഭരിക്കുന്നത്. കാരണം CPIM ആണ് അവർക്ക് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് ഇതെല്ലാം തകർന്ന് കാണണം. ഞാനിപ്പോൾ വേറൊന്നും പറയുന്നില്ല. എൻ്റെ വീടിൻ്റെ വളരെ അടുത്താണ് ഹാഷ്മി, ആദരണീയനായ ശ്രീ AK ആൻ്റണി സാറിൻ്റെ വീട്. ഞാൻ AK ആൻ്റണി സാറെന്നോ ഉമ്മൻചാണ്ടി സാറെന്നോ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വിമർശിച്ചിട്ടുള്ളപ്പോൾ പോലും. ഒരു സ്കൂൾ മാഷായിട്ടുള്ള സഖാവ് MV ഗോവിന്ദൻ മാഷിനെ MV ഗോവിന്ദൻ എന്ന് തന്നെ മടിയിലിരുത്തി പേരിട്ടതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയുടെ പ്രായമുള്ള ഒരു മകന് പറയാൻ കഴിയുമ്പോൾ ഈ നാട്ടിൽ പോക്സോ കേസ് അടക്കം പ്രതിയായിട്ടുള്ള വളരെ അത്തരത്തിലുള്ള ഒരുപാട് സാമ്പത്തിക തിരിമറികൾ നടത്തിയ ആളുകളെ അത്തരത്തിൽ ചില രാഷ്ട്രീയ പ്രവർത്തകർക്കും നിരീക്ഷകരായിട്ടുള്ളവർക്കും മാധ്യമ പ്രവർത്തകർക്കും സാർ എന്ന് വിളിക്കുന്നതിന് യാതൊരു മടിയുമില്ലാത്തതാണ്. ഞാനതിൽ വേറെ പരിഭവമൊന്നും പറയുന്നില്ല. അത്തരത്തിലുള്ള പ്രത്യേക ഒരു സോഷ്യൽ ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ടാണ്, അത്തരത്തിലുള്ളൊരു സൈക്കിൾ നിന്നുകൊണ്ടാണ് ഇടതുപക്ഷത്തെ വിശേഷിച്ചും CPIMനെ ആ വിധത്തിൽ കാണുന്നത്. അങ്ങനെ കണ്ടോളൂ, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇക്കാര്യത്തിൽ CPIMൻ്റെ സംസ്ഥാന സമ്മേളനം കൃത്യമായി അത് നടക്കും. അതിൻ്റെ അജണ്ട എന്നുള്ളത് ഇതിൻ്റെ കൊടിമര ജാഥയും അതിൻ്റെ പതാക ജാഥയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും, ഇന്നലെ സഖാവ് KN ബാലഗോപാൽ അവിടെ പതാക ഉയർത്തിയതും ഇന്ന് അതിൻ്റെ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തൽ ഉൾപ്പെടെ ഇന്ന് റിപ്പോർട്ട് അവതരിപ്പിച്ച ഉൾപ്പെടെ അതിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ CPIMൻ്റെ പോളിറ്റ് ബ്യൂറോയുടെ കോർഡിനേറ്ററായിട്ടുള്ള സഖാവ് മുൻ ജനറൽ സെക്രട്ടറിയാണ് സഖാവ് പ്രകാശ് കാരാട്ട് CPIMൻ്റെ നയങ്ങളെ സംബന്ധിച്ച് വരാനിരിക്കുന്ന കാലത്തുള്ള കടമകളെ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരടക്കമുള്ള ഓപ്പൺ സെഷനിൽ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പറയുകയുണ്ടായി. സംഘടനാപരമായി ഞങ്ങൾക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ, കോട്ടങ്ങൾ, ദൗർബല്യങ്ങൾ, ഞങ്ങളുടെ കടമകൾ, ഞങ്ങളുടെ രാഷ്ട്രീയ ലൈൻ, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തും. അത് നടത്താൻ കെൽപ്പുള്ളവർ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങൾ. ഓക്കെ ഞാൻ പക്ഷെ അപ്പോഴും എൻ്റെ ചോദ്യം, നമ്മൾ ഈ മുന്നോട്ട് വെക്കുന്ന എന്താണ് ഇടതുപക്ഷ ബദൽ നയം? ഇപ്പോൾ മുതലാളിത്തം തുലയട്ടെ എന്ന പണ്ട് മുദ്രാവാക്യം വിളിച്ചിട്ടാണ് നമ്മളൊക്കെയും. ശ്രീ A സമ്പത്ത് മൂലധനത്തെ പ്രത്യയശാസ്ത്രം എക്കാലവും ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുള്ളതാണ് ഈ സ്വകാര്യ മൂലധനം. അപ്പോൾ അതിനെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ വികസനത്തിലേക്ക് ആശ്രയം തേടുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ബദൽ എന്നൊരു ചോദ്യം ഞാൻ അങ്ങനെ പിന്നെ ആവർത്തിക്കാം.